പണ്ട് റഷ്യയിൽ മിലോവ എന്നൊരു യുവാവുണ്ടായിരുന്നു. ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു മിലോവിന്. മിലോവിന്റെ സമപ്രായക്കാരെല്ലാം സൈന്യത്തിൽ ചേരാൻ പോയിട്ടും മിലോവ് ആടുകൾക്കൊപ്പം കഴിഞ്ഞു. മിലോവിനെ മറ്റുള്ളവർ എപ്പോഴും കളിയാക്കും. നല്ല തടിമിടുക്കുണ്ടല്ലോ, നാടിന് ഉപകാരമുള്ള വല്ല കാര്യത്തിനും പോയിക്കൂടെ, പേടി തൊണ്ടൻ, ആടുകളെ മേയ്ച്ചു നടക്കുന്നു. കളിയാക്കൽ കേട്ടാലും മിലോവ് ഒന്നും മിണ്ടില്ല. അവൻ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ ആടുകൾക്കൊപ്പമാണ്. ചിലപ്പോൾ മിലോവ് ആടുകളോട് സംസാരിക്കുക പോലും ചെയ്യും. മിലോവ് ഒന്ന് തലയാട്ടിയാൽ പോലും അതെന്തിനു വേണ്ടിയാണെന്ന് ആടുകൾക്ക് മനസ്സിലാവും. അത്ര ഇണക്കമാണ് മിലോവിനോട്. നാളുകൾ കടന്നുപോയി. ഒരു രാത്രി മിലോവിന്റെ നാട്ടിൽ കൊള്ളക്കാരെത്തി. കരുത്തുള്ള യുവാക്കളെല്ലാം സൈന്യത്തിലായത് കാരണം മറ്റുള്ളവരെ കൊള്ളക്കാർ എളുപ്പത്തിൽ കീഴടക്കി. അക്കൂട്ടത്തിൽ മിലോവും ഉണ്ടായിരുന്നു. കണ്ണിൽ കണ്ടതെല്ലാം കൊള്ളക്കാർ കവർ ചെയ്തു. കൂട് തുറന്ന് ആടുകളെയും കൊള്ളക്കാർ തെളിച്ചു നടത്തി. പിടികൂടിയവരെയും കൊണ്ട് കൊള്ളക്കാർ മല കയറാൻ തുടങ്ങി. ഒപ്പം ആടുകളുമുണ്ട്. ചെങ്കുത്തായ മലയുടെ ഒരു വശത്തൂടെ വരി വരിയായി പോവുകയാണവർ. പെട്ടെന്ന് മിലോവ് ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കി. അടുത്ത നിമിഷം ആട്ടിൻകൂടത്തിലെ മുട്ടനാടുകൾ മുന്നോട്ട് കുതിച്ച് കൊള്ളക്കാരെ ഒറ്റയിടി. വിചാരിച്ചിരിക്കാതെ ഇടികൊണ്ട് കൊള്ളക്കാർ മലയിൽ നിന്ന് താഴേക്ക് വീണു. ബാക്കിയുള്ളവരെയും മിലോവും സംഘവും എളുപ്പത്തിൽ കീഴടക്കി. ആടുകളെ മേയ്ച്ചു നടന്നാലും നാടിന് ഉപകാരം ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? തിരികെ മലയിറങ്ങുമ്പോൾ മിലോവ് ചോദിച്ചത് കേട്ട് മറ്റുള്ളവർ ഒന്നും വേണ്ടിയില്ല. ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണ്? ഏത് ജോലിക്കും അതിന്റേതായ മഹത്വമുണ്ട്. ആരെയും നിസ്സാരരായി കണ്ട് കളിയാക്കരുത്.